15 ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് തങ്ങൾ ആദ്യമായി എണ്ണി പറഞ്ഞു ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുസ്വത്ത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യപ്പെടുന്ന സന്ദർഭം വന്നാൽ, പൊതുസ്വത്താണ്, അതൊരു വ്യക്തിയുടെ സ്വത്തല്ല, പൊതുസ്വത്താണ്. പൊതുസ്വത്ത് പൊതുവായ മാർഗങ്ങൾക്കേ വിനിയോഗിക്കാവൂ, സ്വന്തം മാർഗങ്ങൾക്ക് ഉപയോഗിക്കരുത്. ദിനേന വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്ത എത്രയാണ്? 1 മാസം ആയിട്ടില്ല സഹോദരങ്ങളെ, പൊതുവായിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട പെൻഷൻ പണം, അതിന്റെ ഒരു ചെറിയ വിഷയം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. എത്ര കോടിയാണ് അപഹരിച്ചത്? പൊതുമേഖലയിലേക്ക് കൊടുക്കാനുള്ളതാണത്. എത്ര കോടിയാ സഹോദരങ്ങളെ വെട്ടിമാറ്റിയത്? ഇദത്തുഖിദൽ ഫൈഉ ദിവല, പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത്, അഗതികൾക്ക് കൊടുക്കാനുള്ളത്, ആ മാർഗത്തിലേക്ക് നീക്കിവെച്ചത് സ്വന്തം കിട്ടാനുള്ള സ്വത്ത് പോലെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം വന്നാൽ, അഥവാ വലിയ വലിയ സ്ഥാനമാനത്തിരിക്കുന്നവരും വലിയ വലിയ പ്രമുഖന്മാരും സാധുക്കൾക്കുള്ള വിഹിതങ്ങൾ സ്വന്തം സ്വത്ത് പോലെ കീശയിലാക്കിയിട്ട് കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭം വന്നാൽ, ഇനി അത് വരാനുണ്ട് എന്ന് വേറെ പറയേണ്ട വന്നു. പരസ്യമായി പലതും കണ്ടു കഴിഞ്ഞു. വാർത്താ മീഡിയകളിൽ ഇത്ര ആളുകൾ ഇത്രത്തോളം അപഹരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് വന്നു. ഒരു മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും ഉണ്ട്. ഒരു മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും അങ്ങനെയുണ്ട്. പൊതുവായിട്ടുള്ളതല്ലേ സഹോദരങ്ങളെ വഖഫ് സ്വത്ത്? പൊതുവല്ലേ? വഖഫ് സ്വത്ത് പൊതുവല്ലേ? എത്ര സ്ഥലങ്ങളിൽ അന്യാധീനപ്പെട്ടുപോയി. പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട മാർഗങ്ങളിലേക്ക് വെച്ചത് സ്വന്തമായിട്ട് പലരുടെയും പേരിൽ അത് രജിസ്റ്റർ ചെയ്ത് സ്വന്തം നിലക്ക് ജീവിത വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.